हरिश्री गणपते नमः। अविघ्नमस्तु। गुं गुरुभ्यो नमः। गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया ചക്ഷുരന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. ഗുരുവിന് വന്ദനം. എല്ലാവർക്കും നല്ലൊരു നമസ്കാരം. നമ്മൾ പ്രശ്നമാർഗത്തിലെ 21-ാം അധ്യായമാണ് ഇപ്പോൾ നോക്കുന്നത്. സ്ത്രീ പുരുഷാനുകൂല്യം. വിവാഹത്തിന് മുമ്പ് സ്ത്രീയുടെ ജാതകം കൊണ്ടും പുരുഷൻ്റെ ജാതകം കൊണ്ടും അനുകൂലമാണോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ രാശ്യാനുകൂല്യം എന്നുള്ള ഭാഗത്തിൽ 8-ാമത്തെ ശ്ലോകമാണ്. 8 മുതലുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് വ്യാഖ്യാനിക്കേണ്ടത്. അപ്പോൾ 8-9 ശ്ലോകങ്ങൾ. പരസ്പരം ത്രികോണം ച ദ്വാദശകം തഥാ സർവദാ ബഹുദോഷായ ദമ്പത്യോർമൈത്രഭേ അഭിവ സമസപ്തമഭം ശ്രേഷ്ഠമപ്യരാതി തയോർദ്വയോ മൈത്രഭേ അഭിവ. മൈത്രഭത്തിലാണെങ്കിൽ പോലും ദമ്പത്യോ പരസ്പരം ദമ്പതികളുടെ കൂറുകൾക്ക് അന്യോന്യം ത്രികോണം ച തഥാ ത്രികോണമാകുന്നതും അപ്രകാരം ദ്വിദ്വാദശകമാകുന്നതും 2-12 സർവദ ബഹുദോഷായ എപ്പോഴും വളരെ ദുരിതമുണ്ടാക്കുന്നതാണ്. തയോദ്വയോ അവർ ഇരുവരുടെയും 6-ാം ഭാവത്തിൻ്റെയും 8-ാം ഭാവത്തിൻ്റെയും അധിപന്മാർ അരാധി അഭി പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും സമസപ്തമം ശ്രേഷ്ഠം സമസപ്തമക്കൂറ് ഉത്തമമാകുന്നു. ഇതിൽ 3-4 കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പരസ്പര ത്രികോണം എന്ന് വെച്ചാൽ സ്ത്രീ ജനിച്ച കൂറിൻ്റെ 5-ാം കൂറിൽ പുരുഷൻ ജനിക്കുക, പുരുഷൻ ജനിച്ച കൂറിൻ്റെ 9-ാം കൂറിൽ സ്ത്രീ ജനിക്കുക. അപ്പോൾ 5, 9 എന്നുള്ളത് എപ്പോഴും സ്ത്രീയുടെ ജനിച്ച കൂറിൽ നിന്നാണ് ചിന്തിക്കേണ്ടത്. സ്ത്രീ ജനിച്ച കൂറിൽ നിന്നും 5-ാം രാശിയിൽ പുരുഷൻ്റെ ജനിച്ച കൂറുണ്ടാവുക. അതേപോലെ തന്നെ 9-ാം രാശിയിൽ പുരുഷൻ്റെ ജനിച്ച കൂറിൽ നിന്ന് 9-ാം രാശിയിൽ സ്ത്രീയുടെ രാശി. അതായത് സ്ത്രീയുടെ ജന്മക്കൂറ് അങ്ങനെ നിന്നാലാണ് 9 എന്ന് വരിക, 5 എന്നുള്ളതും വരിക. ദ്വാദശകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീ ജനിച്ച കൂറിൻ്റെ 2-ാം കൂറിൽ പുരുഷൻ ജനിക്കുക, പുരുഷൻ ജനിച്ച കൂറിൻ്റെ 12-ാം കൂറിൽ സ്ത്രീ ജനിക്കുക. ഷഷ്ടാഷ്ടം എന്ന് വെച്ചാൽ സ്ത്രീ ജനിച്ച കൂറിൻ്റെ 6-ാം കൂറിൽ പുരുഷൻ ജനിക്കുക, പുരുഷൻ ജനിച്ച കൂറിൻ്റെ 8-ാം കൂറിൽ സ്ത്രീ ജനിക്കുക. സമസപ്തമം സ്ത്രീ ജനിച്ച കൂറിൻ്റെ 7-ാം കൂറിൽ പുരുഷൻ ജനിക്കുക, പുരുഷൻ ജനിച്ച കൂറിൻ്റെ 7-ാം കൂറിൽ സ്ത്രീ ജനിക്കുക. ഇവിടെ മൈത്രഭത്തിന് സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂറുകൾ ഒന്നായി വരിക, കൂറുകളുടെ അധിപന്മാർ തമ്മിൽ ബന്ധുക്കളാവുക, വശ്യപ്പൊരുത്തം ഉണ്ടാവുക, വേദമില്ലാതെ വരിക എന്ന് അർത്ഥം ധരിക്കണം. ഇത്രയും ബൃഹസ്പതി വചനമാണ്. അപ്പോൾ ഇതിൽ വശ്യപ്പൊരുത്തം ഉണ്ടാവുക എന്നുള്ളതാണ് വശ്യ നക്ഷത്രങ്ങൾ. വേദമില്ലാതിരിക്കുക, വേദനക്ഷത്രങ്ങളുണ്ട്, അങ്ങനെ ഇല്ലാതിരിക്കുക. പിന്നെ മൈത്രഭം എന്നുള്ളതിനാണ് സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂറുകൾ ഒന്നായി വരിക, കൂറുകളുടെ അധിപന്മാർ തമ്മിൽ ബന്ധുക്കളാവുക. ഒന്നാമത്തെ ഒന്നായി വരിക എന്ന് വെച്ചാൽ ഒരേ രാശിയിൽ നിൽക്കുക, സ്ത്രീയുടെയും പുരുഷൻ്റെയും നക്ഷത്രക്കൂറ്. കൂറുകളുടെ അധിപന്മാർ, രണ്ടാമത് പറഞ്ഞ കൂറുകളുടെ അധിപന്മാർ തമ്മിൽ ബന്ധുക്കളാവുക, വശ്യപ്പൊരുത്തം ഉണ്ടാവുക, വേദമില്ലാതെ ഇരിക്കുക. ഇതാണ് മൈത്രഭത്തിന് അർത്ഥം വരുന്നത്. അപ്പോൾ മൈത്രഭത്തിലാണെങ്കിൽ പോലും, അപ്പോൾ ഇങ്ങനെ ആയിരുന്നാൽ പോലും, എങ്ങനെ ആയിരുന്നാൽ പോലും സ്ത്രീയുടെയും പുരുഷൻ്റെയും കൂറുകൾ ഒരേ രാശിയിലാവുക, അല്ലെങ്കിൽ അവരുടെ അധിപന്മാർ ബന്ധുക്കളാവുക, വശ്യപ്പൊരുത്തം ഉണ്ടാവുക, വേദമില്ലാതിരിക്കുക. ഇങ്ങനെ ആയാൽ പോലും അന്യോന്യം ത്രികോണങ്ങളിലാവുകയും ദ്വാദശങ്ങളിലാവുകയും ആയാലും 6-8 സ്ഥാനങ്ങളിലായാലും പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ ദോഷം വരും. പരസ്പരം ശത്രുക്കളാണെങ്കിൽ പോലും സമസപ്തമക്കൂറ് ഉത്തമമാകുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ദോഷം ഇരുന്നാൽ പോലും 2, 12, 5, 9, 6, 8 എന്നുള്ള രീതിയിൽ എടുക്കാൻ പാടില്ല, ദോഷം വരും. സമസപ്തമാണെങ്കിൽ ഉത്തമമാണെന്നാണ് 8, 9 ശ്ലോകങ്ങളെ കൊണ്ട് പറഞ്ഞത്. ഇനി മുഹൂർത്ത രത്നത്തിൽ നിന്നും ഈ വിഷയത്തെക്കുറിച്ച് മുഹൂർത്തത്തിൽ നിന്നും ഉദ്ധരിക്കുന്നു. 10, 11 ശ്ലോകങ്ങളെ കൊണ്ടാണ് പറയുന്നത്. ഷഷ്ടാഷ്ടമേ മരണവൈരവിയോഗദോഷ ദ്വാദശേ വിധനദാ പ്രജദാ ത്രികോണേ ശേഷേഷ്വനേകവിധ സൗഖ്യ
സുധാർത്ഥസമ്പൽ ഷഷ്ടാഷ്ടമ പ്രഭൃതികേഷ്വപി വൈരവേധേ സദ്യോ അശുഭം രാശി പയോസ്തു മൈത്ര ഐക്യേ ച വശ്യേ ജനദോഷ ഏഷ വിരുദ്ധയോനോതു ഭഗോണഭാവോ വിപുത്രഭേഷ്വാത്മജഹാധ്രുവം സ്യാൽ. ഷഷ്ടാഷ്ടമേ കൂറുകൾ തമ്മിൽ ഷഷ്ടാഷ്ടമായ 6, 8 ആയാൽ മരണവൈര മരണമോ പരസ്പരം ശത്രുതയോ വിയോഗദോഷ വിരഹദുഃഖമോ ഉണ്ടാകുന്നു. ഇതിൻ്റെ ഫലമാണ് ഇനി പറയുന്നത്. അപ്പോൾ ഷഷ്ടാഷ്ടമത്തിൽ നിൽക്കുക, കൂറുകൾ തമ്മിൽ ഷഷ്ടാഷ്ടമത്തിൽ നിന്ന്, അതായത് സ്ത്രീ ജനിച്ച കൂറിൻ്റെ 6 പുരുഷൻ ജനിക്കുക, പുരുഷൻ ജനിച്ച കൂറിൻ്റെ 8 സ്ത്രീ ജനിക്കുക. അതാണ് ഷഷ്ടാഷ്ടമം വരിക. അങ്ങനെ വന്നാൽ എന്താണ് പറയുക? മരണമോ പരസ്പരം ശത്രുതയോ വിരഹ ദുഃഖമോ ഉണ്ടാകുന്നു. കൂറുകൾ ദ്വാദശമായാൽ ധനഹാനിയും 2, 12 സ്ത്രീയുടെ ജനിച്ച കൂറിൽ നിന്ന് 2 പുരുഷനും പുരുഷൻ്റെ നിന്ന് 12 സ്ത്രീയും നിൽക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ധനഹാനിയും. 5-ാം കൂറായാൽ സന്താനമില്ലായ്മയും ശേഷം കൂറുകളിൽ പലവിധ സുഖങ്ങളും സന്താനവൃദ്ധിയും സമ്പത്തും ഉണ്ടാകും. കൂറിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാകുകയോ ഭേദമുണ്ടാകുകയോ ചെയ്താൽ 6, 8, 5 എന്നീ കൂറുകളിലുള്ള അശുഭഫലം ഉടനെ അനുഭവിക്കും. 6, 8, 5 എന്നീ കൂറുകളിലുള്ള അശുഭഫലം പറഞ്ഞല്ലോ. 5-ലാണെങ്കിൽ ധനഹാനി അല്ല സന്താനമില്ലായ്മ. പിന്നെ 6, 8 എന്നുള്ള പാലും മരണവും പരസ്പരം ശത്രുതയോ വിരഹ ദുഃഖമോ ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞത്. ഇത് എങ്ങനെ വന്നാൽ അധിപന്മാർ കൂറിൻ്റെ അധിപന്മാർ തമ്മിൽ ശത്രുക്കളാവുകയോ ഭേദമുണ്ടാവുകയോ ചെയ്താൽ ഉടനെ തന്നെ അനുഭവിക്കുന്നതാണ് പറഞ്ഞത്. കൂറുകളുടെ നാഥന്മാരുടെ ബന്ധുതയിലും യോഗത്തിലും വശ്യപുരത്തിലും ഈ ദോഷം സംഭവിക്കുന്നില്ല. അന്യോന്യം വിരുദ്ധ യോനിയിലാകട്ടെ പരസ്പര ത്രികോണം പുത്രരഹിതമായ രാശികളിൽ വരുന്നത് നിശ്ചയമായും സന്താനനാശം വരുത്തുന്നു. ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം ഇവ സന്താനരഹിത രാശികളാണ്. സ്ത്രീയുടെ ജന്മനക്ഷത്രം പുരുഷയോനി നക്ഷത്രമാകുക, പുരുഷൻ്റെ ജന്മനക്ഷത്രം സ്ത്രീയോനി നക്ഷത്രമാകുക. ഇപ്രകാരം വരുന്നത് വിരുദ്ധ യോനികളാണ്. അപ്പോൾ പുരുഷന് യോനിയും സ്ത്രീക്ക് സ്ത്രീയോനിയുമാണ് വേണ്ടത്. അത് വിപരീതമായിട്ടാണ് വരുന്നതെങ്കിൽ, അതേപോലെ തന്നെ അവരുടെ നക്ഷത്രങ്ങൾ തമ്മിൽ അതേപോലെ തന്നെ വിപരീതമായിട്ട് വരികയാണെങ്കിൽ വിരുദ്ധ യോനി എന്നാണ് പറയുന്നത്. കൂടാതെ ഇങ്ങനെ 6, 8, 5 എന്നിങ്ങളിൽ നിന്നാൽ സന്താനം ഉണ്ടാവുകയില്ല, സന്താനം നാശം വരുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ കൂറുകളുടെ നാഥന്മാരുടെ ബന്ധുതയിലും യോഗത്തിലും വശ്യപൊരുത്തത്തിലും ഈ ദോഷം സംഭവിക്കുന്നു. അപ്പോൾ അവരുടെ കൂറുകളുടെ നാഥന്മാരുടെ ബന്ധുത വരിക, വശ്യപൊരുത്തം ഉണ്ടാവുക, യോഗങ്ങൾ ഉണ്ടാവുക അവർ തമ്മിൽ, കൂറുകളുടെ അധിപന്മാർ തമ്മിൽ. അങ്ങനെ വന്നാൽ ആ ദോഷം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അതിൽ സന്താനം കുറഞ്ഞിട്ടുള്ള രാശികൾ രഹിതം വെച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ ഇടവം, ചിങ്ങം, കന്നി, വൃശ്ചികം ഇവ സന്താനരഹിത രാശികളാണ്. കൂടാതെ വിരുദ്ധ യോനി എന്ന് പറയുന്നത് സ്ത്രീയുടെ ജന്മനക്ഷത്രം പുരുഷയോനിയിലാവുക, പുരുഷൻ്റെ ജന്മനക്ഷത്രം സ്ത്രീയോനിയിലാവുക. അപ്പോഴാണ് വിരുദ്ധമായിട്ട് വരുന്നത്. അപ്പോഴും മോശമായിട്ടുള്ളത്. അപ്പോൾ 6, 8, 5 നിൽക്കുക പുരുഷൻ്റെയും സ്ത്രീയുടെയും നക്ഷത്രങ്ങൾ വന്നു കഴിഞ്ഞാൽ മരണമോ പരസ്പര ശത്രുതയോ വിരഹ ദുഃഖമോ ഉണ്ടാവുക, അല്ലെങ്കിൽ സന്താനമില്ലായ്മ ഉണ്ടാവുക എന്നുള്ളത്, ധനഹാനി ഉണ്ടാവുക, 2, 12 ധനഹാനി ഉണ്ടാവുക എന്നുള്ളതാണ് വരുന്നത്. പിന്നെ ശത്രുക്കൾ അധിപതിമാർ തമ്മിൽ ശത്രുക്കളും ഭേദവും ഉണ്ടാവുകയാണെങ്കിൽ